ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളെ കൂടുതൽ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ഞാൻ റിലയൻസിലാണ് നിൽക്കുന്നത്, കായംകുളത്ത്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മോനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്നാൽ പിന്നെ കായംകുളത്തോട്ടൊന്ന് ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കായംകുളത്ത് പർച്ചേസിങ്ങിന് വന്നതാണ്. അപ്പം വീട്ടിന് കുറച്ച് സാധനങ്ങൾ വേണം. അതുകൊണ്ടാണ് നമ്മൾ റിലയൻസിലേക്ക് പോയത്. റിലയൻസിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. നമുക്ക് വേറെ ഒരു കടയിൽ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇവിടെ കായംകുളത്തെ റിലയൻസിൽ തന്നെയാണ് വരുന്നത്. അപ്പം എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ ഉണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ക്രോക്കറി ഐറ്റംസ്, ബേക്കറി ഐറ്റംസ്, പലവ്യഞ്ജനം, ഈവൻ തുണിക്കട വരെ ഉണ്ട്. അപ്പോൾ എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുന്നത്, എനിക്ക് കുറച്ച് സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡർ വേണം, ഷാമ്പു വേണം, പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സ്, അരിയും സാധനമൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് മേടിക്കണം. പിന്നെ അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റിലയൻസിലോട്ട് വന്നതാണ്. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. പിന്നെ എന്നെ മറന്നു പോകരുത് കേട്ടോ. ലൈക്കും കമൻറ്റും തരണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ആവശ്യം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ അധികം സാധനങ്ങൾ എനിക്ക് അത്യാവശ്യം പൗഡറും സോപ്പും ഷാമ്പുവാണ്. അത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ പലവ്യഞ്ജനം മതി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തുണിക്കടയിൽ പോയായിരുന്നു. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അത് കാരണം പിന്നെ ഞങ്ങളൊന്നും മേടിച്ചില്ല കേട്ടോ. തുണിയൊക്കെ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ, വാങ്ങിയതൊന്നുമില്ല. കാരണം ഭയങ്കര പ്രൈസ്. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ പോകാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്കൊണ്ട് ഒരു ഭയങ്കര ഏതാണ്ട് ഒരു മേളയെന്നും പറഞ്ഞ അവിടെ ബോർഡ് കണ്ട് ഞങ്ങൾ പതിയെ കാർ അവിടെ നിർത്തി. കണ്ടോ, അതാണ്ട് മെഗാ ഓഫർ സെയിൽ വസ്ത്ര മഹാ അത്ഭുതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡ് കൊണ്ട് വലിയൊരു കോമ്പൗണ്ടിനകത്ത് ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്തപ്പോഴാണ്. അപ്പം ഞങ്ങൾ എന്തോ ഇത് ജസ്റ്റ് അവിടോട്ടും കൂടെ ഒന്ന് കയറി. അവിടെ എല്ലാം ഈ വില കുറഞ്ഞ സാധനങ്ങളില്ലേ, 20 രൂപ പാത്രങ്ങൾ, 20 രൂപ, 10 രൂപ, 30 രൂപ എന്ന് പറഞ്ഞ് കുറേ പല സൈസ് ഐറ്റംസ്. ഞാൻ കുറച്ച് നേരം നടന്ന് കണ്ടേച്ച് ഞാൻ പറഞ്ഞ് വേണ്ട, നമുക്കങ്ങ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ്. ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, ഭയങ്കര മേളയാണ് സംഭവം. പക്ഷേ ഒത്തിരി രാത്രിയുമായി. അത് കാരണം ഞങ്ങൾക്ക് പേടി വീട്ടിലോട്ട് ചെന്ന വഴക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് കയറി കുറച്ച് 1-2 സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങ് പോരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ടു. തുണിയും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ തുണിയൊക്കെ നല്ല ലാഭമുണ്ട്. 300 രൂപ, 400 രൂപ, 500 രൂപയ്ക്കൊക്കെ നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഞങ്ങൾ തുണിയൊന്നും മേടിച്ചില്ല, അല്ലാതെ കുറച്ച് സാധനങ്ങൾ മേടിച്ച്. രാത്രി ഒത്തിരി ആയതുകൊണ്ട് വേഗം ഇങ്ങ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങ് പോകുന്നു കണ്ടോ. 149 രൂപ, 79 രൂപയ്ക്കൊക്കെ നല്ല സാധനങ്ങളാണ് കേട്ടോ. ഞങ്ങൾ നോക്കിയായിരുന്നു, പക്ഷേ വാങ്ങിയില്ല. അല്ലാത്ത കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു, തുണി ഐറ്റംസ് വാങ്ങിച്ചില്ല. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടേച്ച് പതിയെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുന്നു. അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോഴത്തേനെ വഴക്ക് കിട്ടില്ലേ. കണ്ടോ, കോസ്റ്റൊക്കെ എഴുതിയേക്കുന്നത് കണ്ടോ, നല്ലതാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.